2-ാം ദിവസം നമുക്കും അവനോടുകൂടി പോയി മരിക്കാം. സമാന്തര സുവിശേഷങ്ങളിൽ ഒരിടത്തും തന്നെ പ്രത്യക്ഷനാകാത്ത തോമാശ്ലീഹ യോഹന്നാന്റെ സുവിശേഷത്തിൽ 4 വളരെ പ്രസക്തമായ രീതിയിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ഈശോയോടുകൂടി പോയി മരിക്കാമെന്ന് സഹശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുന്ന ഭാഗമാണ്. വിചിന്തനം. യോഹന്നാന്റെ സുവിശേഷത്തിൽ തോമാശ്ലീഹ ആദ്യ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നത് വളരെ നാടകീയമായ രീതിയിലാണ്. ഗുരുവിനോടുള്ള പൂർണ്ണമായ വിശ്വസ്തതയുടെ ആത്മാർത്ഥമായ ഏറ്റുപറച്ചിലൂടെയാണ് ശ്ലീഹ പ്രത്യക്ഷപ്പെടുന്നത്. നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം എന്നുള്ള പ്രസ്താവം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? പക്വത പ്രാപിക്കാത്ത മനസ്സിൻ്റെ എടുത്തുചാട്ടമെന്ന് അതിനെ വിശേഷിപ്പിക്കുവാൻ പറ്റുമോ? അതോ ഗുരുവിനോടുള്ള സമ്പൂർണ്ണ വിധേയത്വത്തിൻ്റെ പരസ്യപ്രകടനമായിരുന്നോ അത്? അതുമല്ലെങ്കിൽ ഗുരുവിൻ്റെ വിധി എന്താണോ അതുതന്നെയാണ് ശിഷ്യനും അനുഭവിക്കേണ്ടത് എന്നുള്ള ചിന്തയിൽ നിന്നും ഉരുവായ നിരാശാപൂർവകമായ വാക്കുകളായിരുന്നുവോ അവ? തോമസ് എന്ന ശിഷ്യനെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, ഗുരുവില്ലാത്ത ജീവിതത്തേക്കാൾ നല്ലത് ഗുരുവിനോടൊത്തുള്ള മരണമാണ് എന്ന ബോധ്യമാണ് തോമാശ്ലീഹായ്ക്കുണ്ടായിരുന്നതെന്ന്. ലാസറിനെ ഉയർപ്പിക്കുക വഴി ഈശോ സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. സാൻഹെദ്രീൻ കൂടിയതും ഈശോയെ വധിക്കുവാനുള്ള തീരുമാനമെടുക്കുന്നതും ലാസറിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതും തൻ്റെ മരണത്തിലേക്കുള്ള യാത്രയാകുമെന്നത് ഈശോ ശരിക്കും മനസ്സിലാക്കിയിരുന്നു. ഗുരുവിൻ്റെ ഈ മനസ്സ് വായിച്ചറിഞ്ഞുകൊണ്ടാണ് തോമാശ്ലീഹായും അതേ മരണത്തിലേക്ക് നീങ്ങുവാൻ തയ്യാറെടുക്കുന്നത്. കാരണം മരണം അവസാനമല്ല, അതിനുശേഷം ഗുരുവിനോടൊപ്പമുള്ള നിത്യജീവനും ഉണ്ടാകുമെന്ന് അയാൾ വിശ്വസിച്ചിരുന്നു. അതുതന്നെയാണ് നമ്മുടെ അപ്പസ്തലനായ തോമാശ്ലീഹായുടെ സവിശേഷത. പത്രോസ് ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ സന്നദ്ധത അറിയിച്ചപ്പോൾ ഈശോയോടൊപ്പം മരിക്കാനുള്ള സന്നദ്ധതയാണ് തോമാശ്ലീഹ ഏറ്റുപറഞ്ഞത്. നമ്മുടെയും ക്രിസ്തീയ ജീവിതം അതുതന്നെയാകട്ടെ. പ്രാർത്ഥന. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നീ ഭയപ്പെടേണ്ട എന്നരുളി ചെയ്ത കർത്താവേ, ഭയത്താൽ നിന്നിലുള്ള വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു ശിഷ്യന്മാരെ ധൈര്യം നൽകി നിന്നിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രേരണ നൽകിയ ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹായെപ്പോലെ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ നേർവഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും ആവശ്യമായ ആത്മാവിൻ്റെ ജ്ഞാനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിശ്വാസത്തിന് നേരിടുന്ന വെല്ലുവിളികളെ ധൈര്യപൂർവം അഭിമുഖീകരിക്കുവാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യമെന്ന ദാനം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.